തന്നെ ദുബായിൽ അല്ലെങ്കിൽ UAE പല ആൾക്കാരും പറ്റിക്കപ്പെടുന്നുണ്ട്. അതെ അതെ അതെ. ഏത് അവസരത്തിലാണെന്ന് അറിയോ? ജോബാണ്. അതെ അതെ, ജോബ് ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടിയാൽ നമുക്ക് ഓഫർ, കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ ലെറ്റർ മെയിൽ ത്രൂ വരും. നമ്മൾ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ റിസൈനേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഓഫർ ലെറ്ററും ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഓഫർ ലെറ്റർ അല്ലെങ്കിൽ കോൺട്രാക്ട് തമ്മിൽ കോൺട്രാഡിക്ഷൻ കാണാൻ നമുക്ക് സാധിക്കും. അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ ലെറ്റർ കമ്പനിയും എംപ്ലോയിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഓഫർ ലെറ്റർ ആണ്. എന്നാൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ലേബർ കോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കമ്പനിയെയും എംപ്ലോയിയെയും അതേപോലെ ഗവൺമെന്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ആണ്. അപ്പോൾ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ ലെറ്റർ ആണോ അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ആണോ ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രാക്ട് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ളത്. നമ്മൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യുന്നതിന് പുറമെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രാക്ട് കൃത്യമായി വായിച്ച് സൈൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.